അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. 80 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒട്ടനവധി പേർക്ക് തൊഴിൽ നൽകേണ്ടിയിരുന്ന ചേലക്കരയിലെ പഴം സംസ്കരണ പ്ലാന്റ് ഇപ്പോൾ കാടിനും തുറുമ്പിനും സ്വന്തം. അധികൃതർ കണ്ണു തുറക്കുമോ? CCV വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2012 ഉദ്ഘാടനം ചെയ്ത ചേലക്കര പരക്കാടുള്ള പഴം സംസ്കരണ പ്ലാന്റാണ് അധികൃതരുടെ അനാസ്ഥയിൽ തുരുമ്പെടുക്കാൻ കാത്തുകിടക്കുന്നത്. ഈ സംരംഭം യാഥാർത്ഥ്യമായാൽ മേഖലയിലെ കർഷകർക്കും തൊഴിലന്വേഷകർക്കും ഒരുപോലെ അത് ആശ്വാസമാകും. തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പരക്കാട് ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 2012 ഏകദേശം 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇത് സ്ഥാപിച്ചത്. ചക്ക, നേന്ത്രക്കായ തുടങ്ങിയ പ്രാദേശികമായി ലഭിക്കുന്ന പഴങ്ങളിൽ നിന്നും ജാം ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച സർക്കാർ ബ്രാൻഡിൽ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് പദ്ധതിക്ക് പിന്നിലുണ്ടായിരുന്നത്. കൂടാതെ നിരവധി പേർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ നൽകാനും ഇത് ലക്ഷ്യമിട്ടിരുന്നു. കെ രാധാകൃഷ്ണൻ MLA ആയിരുന്ന സമയത്ത് അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന KP മോഹനനാണ് ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി ഒരു പതിറ്റാണ്ടിന് ശേഷവും പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയില്ല. നിലവിൽ കാടുപിടിച്ച് നശിച്ച അവസ്ഥയിലാണ് കെട്ടിടവും പരിസരവും. പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കാൻ 3 വർഷം മുൻപ് 16 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ യന്ത്രങ്ങൾ എത്തിച്ചിരുന്നു. എന്നാൽ അന്ന് വൈദ്യുതി ലഭിക്കാത്തത് തടസ്സമായി. പിന്നീട് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് വൈദ്യുതി ലഭ്യമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലായെങ്കിലും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഒരുക്കിയിട്ടില്ല. പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇനിയും ഒട്ടേറെ കടമ്പകൾ വേഗത്തിൽ പൂർത്തിയാക്കണം. ആവശ്യമായ ശുദ്ധജല സംവിധാനം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനം, സംസ്കരണ രീതികളെക്കുറിച്ച് ജീവനക്കാർക്കുള്ള പരിശീലനം എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പ്ലാന്റ് തുറന്നാൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഒഴിവാക്കാം. സമാനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ കേരളത്തിൽ പലയിടത്തും വിജയകരമായി പ്രവർത്തിക്കുന്ന ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളുണ്ട്. പ്രാദേശിക ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കാനും കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാനും ഇത്തരം കേന്ദ്രങ്ങൾക്ക് കഴിയും. ചേലക്കര പ്ലാന്റും ഈ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകേണ്ടതാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ഈ പൊതു സംരംഭം ഇനിയും വൈകാതെ തന്നെ പ്രവർത്തന സജ്ജമാക്കി പ്രദേശവാസികൾക്ക് വരുമാനം ഉറപ്പാക്കുന്ന ഒരു തൊഴിലിടമാക്കി മാറ്റാൻ ബന്ധപ്പെട്ട അധികാരികളും ഭരണാധികാരികളും എത്രയും പെട്ടെന്ന് സമയബന്ധിതമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഈ പഴം സംസ്കരണ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പ്രദേശവാസികൾക്ക് ഒരു തൊഴിൽ ലഭിക്കുന്ന തൊഴിലിടമാക്കി മാറ്റണമെന്നാണ് CCVക്ക് പറയാനുള്ളത്. പരക്കാട് നിന്നും ക്യാമറാമാൻ സുമേഷ് അരിയമ്പറമ്പിലിനോടൊപ്പം വിനോദ് നായർ.